മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ എൻസിപി അജിത് പവാർ വിഭാഗത്തിന് സുപ്രീം കോടതിയുടെ പുതിയ താക്കീത്. തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ സാമഗ്രികളിൽ ശരത് പവാറിന്റെ ഫോട്ടോകളും വീഡിയോകളും ഉപയോഗിക്കരുതെന്ന് അജിത് പവാർ പക്ഷത്തോട് കോടതി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിനെ സ്വന്തം കാലിൽ നിന്ന് നേരിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് സ്വന്തം പാർട്ടിയുടെ വേറിട്ട ചിഹ്നങ്ങളും വ്യക്തിത്വങ്ങളും കൊണ്ടാണെന്നും കോടതി നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. ശരത് പവാറിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിക്കരുതെന്ന് പാർട്ടി അംഗങ്ങളോട് നിർദ്ദേശിക്കാൻ അജിത് പവാറിനോട് കോടതി ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് എൻസിപിയിലെ ഇരുവിഭാഗത്തിനും ഏറെ നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് എൻസിപി അജിത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി അമോൽ മിൽക്കരി ശരത് പവാറിനെ മാത്രം കാണിക്കുന്ന ഫോട്ടോകൾ പ്രസിദ്ധീകരിച്ചത്. ശരത് പവാറിനെ തോളിലേറ്റി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നു എന്നർത്ഥം വരുന്ന പിഗ്ഗി ബാഗ് എന്ന പദമാണ് ശരത് പവാറിന്റെ അഭിഭാഷകൻ അഭിഷേക് സനു സിംഗി കോടതിയിൽ പ്രയോഗിച്ചത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഫോട്ടോകൾ എന്നിവ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവ സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുവെന്നും അദ്ദേഹം കോടതിയിൽ വാദിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്ലോക്ക് ചിഹ്നം ഉപയോഗിക്കുന്നതിൽ നിന്നും അജിത് പവാറിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ശരത് പവാർ സമർപ്പിച്ച ഹർജി ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു. നേരത്തെ ക്ലോക്ക് ചിഹ്നം സംബന്ധിച്ച് അന്തിമവാദം വരാത്തതിനാൽ ഇവ പ്രസിദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ ഈ ചിഹ്നത്തെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാവൂ എന്ന് അജിത് പവാറിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. കോൺഗ്രസ് വിട്ട് 1999 ശരത് പവാർ എൻസിപി സ്ഥാപിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ശരത് പവാറിന്റെ നേതൃത്വത്തെക്കുറിച്ച് പരാതിപ്പെട്ട അജിത് പവാർ ഭൂരിപക്ഷം MLA-മാരുമായി ഇറങ്ങിപ്പോവുകയും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള BJP ശിവസേന സർക്കാരിനെ പിന്തുണക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാർ വിഭാഗത്തിന് എൻസിപി ചിഹ്നമായ ക്ലോക്ക് അനുവദിക്കുകയും ശരത് പവാർ വിഭാഗത്തെ സ്വയം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാർ എന്ന് വിളിക്കുകയും മാൻ ബ്ലോയിങ് തുർക്ക അതിന്റെ ചിഹ്നമായി ഉപയോഗിക്കുകയും ചെയ്തു. ശരത് പവാർ സ്ഥാപിച്ച എൻസിപി പിളരുന്നതിന് മുമ്പ് അതിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി ക്ലോക്ക് ഉണ്ടായിരുന്നു. ഇത് വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുമെന്ന് വാദിച്ച് മുതിർന്ന നേതാവ് എതിർത്തിരുന്നു. വിഷയം സുപ്രീം കോടതിയിലെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഇനിയും ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ തുടരുമെന്ന് ജഡ്ജിമാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ശരത് പവാറിന്റെ പേരും ചിത്രങ്ങളും അജിത് പവാർ വിഭാഗത്തിന് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞു. ഇതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തെറ്റിച്ചത്. എൻസിപിയിലെ ഇരുവിഭാഗങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമായിരിക്കെയാണ് അജിത് പവാർ പക്ഷത്തിന് തിരിച്ചടിയായി സുപ്രീം കോടതിയുടെ നിർദ്ദേശം.